പി.സി. ജോർജിന്റെ കോൺഗ്രസ് യു.ഡി.എഫ് പ്രവേശന സാധ്യത മങ്ങുന്നു. ജോർജിനെ പാർട്ടിയുടെയോ മുന്നണിയുടെയോ ഭാഗമാക്കുന്നതിനോട് കോൺഗ്രസ് യു.ഡി.എഫ് നേതൃത്വത്തിൽ വലിയ വിഭാഗം എതിരാണ്. പി.സി. ജോർജിന്റെ കത്ത് 17-ലെ യു.ഡി.എഫ് യോഗം ചർച്ച ചെയ്യും. സീറ്റ് വിഭജന ചർച്ചകളും യു.ഡി.എഫ് നടത്തും. തന്നെയും പാർട്ടിയെയും യു.ഡി.എഫിന്റെ ഭാഗമാക്കണമെന്നാവശ്യപ്പെട്ട് പി.സി. ജോർജ് യു.ഡി.എഫ് കൺവീനർ ബെന്നി ബെഹനാന് കത്ത് നൽകിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഭാഗമാക്കുന്നതിനായി ചില നീക്കങ്ങളും പി.സി. ജോർജ് നടത്തുന്നുണ്ട്. കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കളുടെ അറിവോടെയാണ് നീക്കങ്ങളെന്നും സൂചനയുണ്ട്. എന്നാൽ ജോർജിനെ കോൺഗ്രസിൽ എടുക്കുന്നതിനെയോ യു.ഡി.എഫിന്റെ ഭാഗമാക്കുന്നതിനെയോ നേതൃത്വത്തിലെ ഭൂരിപക്ഷവും എതിർക്കുന്നു. ജോർജിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന നിലപാടുകൾക്കൊപ്പം ബി.ജെ.പിയുമായി സഹകരിക്കാനെടുത്ത തീരുമാനവും തലവേദനയാകുമെന്നാണ് നേതൃത്വം കരുതുന്നത്. ഇപ്പോൾ മുന്നണിയുടെ ഭാഗമായി മുന്നോട്ടു പോകുന്ന കെ.എം. മാണിക്ക് അലോസരമുണ്ടാക്കുന്നത് കൂടിയാകും ജോർജിന്റെ മടങ്ങിവരവ്. നേതൃത്വത്തിൽ നല്ലൊരു വിഭാഗവും എതിർപ്പ് പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിൽ പി.സി. ജോർജിന് മുന്നിൽ യു.ഡി.എഫോ കോൺഗ്രസോ ഉടൻ വാതിൽ തുറക്കാനിടയില്ലെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. 17 നടക്കുന്ന യു.ഡി.എഫ് യോഗത്തിൽ പി.സി. ജോർജ് നൽകിയ കത്ത് പരിഗണനയ്ക്ക് വെച്ച് തീരുമാനമെടുക്കും. 17-ന്റെ മുന്നണി യോഗത്തിൽ തന്നെ സീറ്റ് വിഭജന ചർച്ചയ്ക്കും തുടക്കമിടും. പാർലമെന്റ് സീറ്റുകളിൽ വലിയ തർക്കങ്ങൾക്ക് സാധ്യതയില്ലെന്നാണ് നേതൃത്വം കരുതുന്നത്. കോൺഗ്രസ് 15, ലീഗ് 2, മാണി 1, ആർ.എസ്.പി 1, വീരേന്ദ്രകുമാർ 1 എന്നിങ്ങനെയായിരുന്നു 2014-ലെ സീറ്റ് വിഭജനം. ഇതിൽ വീരേന്ദ്രകുമാർ മത്സരിച്ച പാലക്കാട് കോൺഗ്രസ് തിരിച്ചെടുക്കാനാണ് സാധ്യത. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള മറ്റ് തയ്യാറെടുപ്പുകളും യു.ഡി.എഫ് യോഗം ചർച്ച ചെയ്യും. മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.